സിനിമ സ്ക്രിപ്റ്റ് റൈറ്റർ അഥവാ തിരക്കഥാകൃത്ത് ആകാനുള്ള യോഗം. നമ്മൾക്ക് ഏവർക്കും അറിയാം, നല്ല ഒരു സ്ക്രിപ്റ്റ് അഥവാ തിരക്കഥ ഉണ്ടെങ്കിലേ നല്ല ഒരു സിനിമ ജനിക്കുന്നുള്ളൂ. തിരക്കഥയുടെ പോരായ്മ മൂലം പല സിനിമകളും പരാജയപ്പെട്ടു വരുന്നു. നല്ല തിരക്കഥ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വമ്പിച്ച വിജയമാകുന്ന ഒരു സിനിമ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിനായി പലവിധ ആശയങ്ങളും തലയിൽ പൊങ്ങി വരണമെങ്കിൽ ഈ യോഗം തീർച്ചയായും ഉണ്ടായിരിക്കണം. ഈ യോഗം ഉള്ളവർക്കാണ് നിരന്തരമായി അത്തരം ആശയങ്ങൾ മനസ്സിലുദിക്കുകയും അത് തലയിലൂടെ സിനിമയായി പുറത്തു വരാൻ തക്ക സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുകയുള്ളൂ. ഇതില്ലാത്തവരാണ് പലപ്പോഴും വിശിഷ്ടത കൊണ്ടോ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് തിരക്കഥാകൃത്തായി ഒടുവിൽ ആശയ ദാരിദ്ര്യം മൂലം പലവിധ കഥകളും എടുത്തു വളച്ചൊടിച്ച് സിനിമയാക്കി പ്രശ്നങ്ങളിൽ ഏർപ്പെടുന്നത്. ശരിയായ ദിശാബോധവും ജനങ്ങളെ ആകർഷിക്കാനും ഏവർക്കും ഒരുപോലെ ജനപ്രീതി നേടാനുമുള്ള സിനിമകൾ ജനിക്കണമെങ്കിൽ അതിന് തക്കതായ സ്ക്രിപ്റ്റ് അഥവാ തിരക്കഥ ഉണ്ടായിരിക്കണം. ആ കഥകൾ എഴുതാൻ തക്ക പ്രാപ്തിയുള്ള യോഗം നൽകുന്ന ഒരു മഹായോഗത്തെക്കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇൻ്റലക്റ്റും ഇൻ്റലിജൻറ്റും നൽകുന്ന മഹാഗ്രഹമായ മെർക്കുറി, അതായത് ബുധൻ, ആ ബുധന് സംഭവിക്കുന്ന ഒരു യോഗമാണ് ഭദ്രായോഗം. ഈ ഭദ്രായോഗം പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽ ഒന്നാണ്. ഈ ഭദ്രയോഗം എങ്ങനെയാണ് ജാതകത്തിൽ സംജാതമാകുന്നതെന്ന് നമുക്ക് നോക്കാം. ജാതകത്തിൽ ലഗ്നത്തിൻ്റെ 1, 4, 7, 10 ഭാവങ്ങളിൽ ബുധൻ സ്വക്ഷേത്ര ഫലവാനായി നിന്നാൽ ഈ യോഗം സംഭവിക്കുന്നു. ഈ യോഗത്തിൽ ജനിച്ചവർക്ക് ജന്മന എഴുതാനും ചിന്തിക്കാനുമുള്ള കഴിവ് വളരെ കൂടുതലാണ്. അതിന് ശുക്രൻ്റെ കൂടി പ്രേരണ ഉണ്ടായാൽ അവർ തീർച്ചയായും സിനിമാ കഥകൾ എഴുതും, സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും. നേരത്തെ പറഞ്ഞ മാളവ്യയോഗത്തിൽ എഴുത്തിൻ്റെ കാര്യം പറയാൻ തന്നെ കാരണം മാളവ്യയോഗവും ഭദ്രായോഗവും തികച്ചും ഒന്നായിട്ട് വന്നു ചേരാറുണ്ട് ചില സിനിമയിൽ പ്രവർത്തിച്ച് ഉന്നതിയിലെത്താൻ യോഗമുള്ളവർക്ക്. ഭദ്രായോഗം ഒറ്റയ്ക്ക് വന്നാൽ പോലും സിനിമാ ലോകത്ത് കഥയുമായി എത്തും. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ വിവരങ്ങൾ ഇതിലൂടെ നമുക്ക് പങ്കുവയ്ക്കാം. നന്ദി, നമസ്കാരം.